ഷഫീദ് റാവത്തർ കൂടി ചെയ്യുന്നു. ഷഫീദ്, BJP ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ആരോപണം അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ 2020 കിഴക്കമ്പലത്ത് മാത്രമുള്ള ഒരു പാർട്ടിക്ക് വാരിക്കോരി സ്ഥാനാർത്ഥികളെ കൊടുത്തു. അത് രാഷ്ട്രീയ ആരോപണം ആണ് ഉന്നയിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ആരോപണത്തിന് അപ്പുറം മാറ്റി നോക്കിയാലും ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ നോക്കിയാൽ, കോന്നി റാന്നി ഒക്കെ നോക്കിയാലും ആ ആരോപണത്തിലൊരു കേവലം രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം കഴമ്പുണ്ട് എന്ന് കാണാം. ഷഫീദ്, അതിനടക്കമുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കാമോ? BJPയുടെ ഞായറാഴ്ച പ്രചരണം എങ്ങനെ ഷഫീദ്? അശ്മി, ഉറപ്പായിട്ടും. കാരണം BJPയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇത് മാറുകയാണ്. അവിടെ തന്നെയാണ് ഈ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനത്തിൽ ചെറിയ ചില അതൃപ്തികൾ അവരുടെ NDA മുന്നണിക്കകത്തുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു പുതുതായി എത്തിയിട്ടുള്ള 2020 സീറ്റ് കൂടുതൽ നൽകിയെന്നുള്ള ആരോപണമൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പരിഹരിച്ചു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം. മാത്രമല്ല, ഈ നേതാക്കൾക്കടക്കം ഉണ്ടായിരിക്കുന്ന ചില അതൃപ്തി സംബന്ധിച്ചും BJP സംസ്ഥാന നേതൃത്വം ഈ അതൃപ്തിയുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തി. മാത്രമല്ല, MD രമേശിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലയിലേക്കൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ആ തീരുമാനം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ BJP അങ്ങനെ ഒരു സെറ്റിൽമെന്റ് അവരുടെ പാർട്ടിക്കകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോഴും ഉയരുന്ന ചോദ്യം ഈ മറ്റു ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ച് അവർ ഈ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വെച്ച സ്ഥലങ്ങളിൽ ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര പ്രശ്നമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കം BJP ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, മറുഭാഗത്താകട്ടെ ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കാനാണ് BJPയുടെ ഇപ്പോഴത്തെ നീക്കം. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ അവരുടെ ഇലക്ഷൻ ഈ പരിപാടികൾ ആരംഭിച്ചത് തന്നെ അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ കേരളം സന്ദർശിച്ചായിരുന്നു. കൂടുതൽ നേതാക്കൾ ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് എത്തും. കോൺഗ്രസിന് സമാനമായി കൂടുതൽ ദേശീയ നേതാക്കളെ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കം അത് BJP പാളയത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി അശ്വതി വൈഷ്ണവ്, കാസർഗോഡ് ദില്ലി മുഖ്യമന്ത്രി, കണ്ണൂരിൽ മണിപ്പൂർ മുഖ്യമന്ത്രി, കൊല്ലം കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ ഗോവ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടാകും. മാത്രമല്ല, വീണ്ടും പ്രധാനമന്ത്രിയെ അവർക്ക് ഏറെ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തടക്കം എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും. അതേപോലെ തന്നെ അവരുടെ BJP കേന്ദ്ര അധ്യക്ഷനടക്കമുള്ള ആളുകളും വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടുതൽ സജീവമാക്കാനുള്ള നീക്കം അത് സംസ്ഥാന നേതൃത്വം നടക്കുന്നുണ്ട്. നമ്മൾ പല ആവർത്തി പറഞ്ഞതുപോലെ തന്നെ ഈ നേമം, വട്ടിയൂർക്കാവ്, പാലക്കാട്, കാസർഗോഡ്, തൃശൂർ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അത് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.